സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ പുത്രീ, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ശൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥന സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
मसीहा सब आदत मेहमानाद पागरा बातू तारो का तावाद नवशासन Selamat baga Maria la Gomara Dugalla Maudena Aula Kisho Mishiha Mishabahina Menahmanad bagarain Watu Sarotaka Wadnavshatan Suhanava Ulavraval Ruhad Kudasami Alam Vadam Masiha sabhinen aaratu nahmanad pagara batu parokata vagnavashasan എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Kandisha alaha Kandisha hailsana Kandisha lamayosa Esraham ale Minnalam vadan maliyalam Aminuva
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കവേ. പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മൗനമായി നിന്ന് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു,
അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ള വധൂവരന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രിയങ്കരരായ സെബാസ്റ്റ്യനും മെറിനും വിവാഹിതരാകുകയാണ്. അവരുടെ വിളിപ്പേരുകൾ നിക്കി സെബാസ്റ്റ്യൻ, അനു, മെറീൻ, ബോബി എന്നിവരാണ്. ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ച് അവരെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കളെല്ലാവരും വന്നിട്ടുണ്ട്. ഏകദേശം കർത്താവിൻ്റെയും പരിശുദ്ധമ്മയുടെയും സാന്നിധ്യം കാനായിലുണ്ടായിരുന്നതുപോലെ അത് വിരുന്നിനായിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ ഈ കുദാശ കർമ്മത്തിലും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട കാനായിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ ആ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചിന്ത മാത്രം നമ്മുടെ വധൂവരന്മാർക്കായിട്ടും നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടും ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ഏറെ അവിടെ വെളിപ്പെട്ട ഒരു കാര്യമാണ്. കാനായിൽ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ വീഞ്ഞ് തീർന്നു പോയ കാര്യം പരിശുദ്ധ അമ്മയാണ് ഈശോയെ അറിയിക്കുന്നത്. അമ്മമാർ സാധാരണ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് നമുക്കതിനെ കാണാം. വീടുകളിൽ, വിരുന്നുകളിൽ, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള കുറവുകൾ ഭർത്താക്കന്മാരെ അറിയിക്കുന്നത് ഒരു അമ്മയായിരിക്കുന്നത് പോലെ ഈശോയോട്, സ്വന്തം മകനോട് ഈശോ പരിശുദ്ധ അമ്മ ആ കുറവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. എൻ്റെ സമയം ഇനി ആയിട്ടില്ല, നീ എന്താണ്, നമുക്ക് രണ്ടുപേർക്കും എന്താണ് ഇതിൽ കാര്യം എന്നുള്ള മട്ടിൽ. കർത്താവ് സമയമെന്ന് ഉദ്ദേശിക്കുന്നത് തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്നതാണ് കർത്താവിൻ്റെ സമയം. ആ സമയമാകുന്നിടം വരെയും കർത്താവ് തിരുവചനം പ്രഘോഷിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചുമൊക്കെയായിട്ട് അങ്ങ് മുന്നേറുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ പരിശുദ്ധ അമ്മ ഈ ആവശ്യം ആ വീട്ടിലേത് ഉണർത്തിച്ചപ്പോൾ കർത്താവ് തൻ്റെ ആ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് അല്പം വിട്ട് മുൻകൂറായിട്ട് അവിടെ ഒരത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഈ അത്ഭുതമാണ് ആദ്യത്തെ അത്ഭുതം. അത് ഒരു ദമ്പതികളുടെ വിവാഹ വിരുന്നിൻ്റെ സന്തോഷം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കർത്താവ് ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദമ്പതികളുടെയും എല്ലാ കുടുംബങ്ങളുടെയും കുറവുകൾ, പ്രയാസങ്ങളിലെ പരിഹാരങ്ങൾ എല്ലാം നിവർത്തിക്കുന്നതിന് വേണ്ടി കർത്താവും പരിശുദ്ധ അമ്മയും നമ്മളോടുകൂടിയുണ്ട്. ഈ ഒരേ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായിട്ടുള്ള നാശങ്ങൾ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമാണ്. വ്യക്തി ജീവിതത്തിലുണ്ടാകാം, കുടുംബ ജീവിതത്തിലുണ്ടാകാം,
ഒരിടവകയിൽ, സഭയിലുണ്ടാകാം, സമൂഹത്തിലുമുണ്ടാകാം, രാജ്യങ്ങളിൽ പൊതുവായിട്ടും ഉണ്ടാകാം. ഇതെല്ലാം നമ്മൾ ദിനംതോറും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ദുഃഖിതമാണ്. അഹമ്മദാബാദിലെ ആ വലിയ വിമാന ദുരന്തത്തിൻ്റെ കാരണത്താൽ അപ്രതീക്ഷിതമായിരുന്നു. കാരണം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വലിയ ദുരന്തം, എത്ര പേരുടെ ജീവഹാനി, അതിലുപരി ആ ബന്ധുമിത്രാദികളുടെ ദുഃഖം ഒക്കെ അതിലുണ്ട്. അത് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ പ്രതിസന്ധിയാണ്. അപ്പോൾ ഇന്ന് പത്രത്തിൽ നമ്മൾ അറിയുന്നു, അതായത് ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ടു, നാശനഷ്ടങ്ങളുണ്ടായിരിക്കുന്നു. യുദ്ധത്തിൻ്റെ കാരണമോ അല്ലെങ്കിൽ ഈ ബോംബിടലിൻ്റെ കാരണമോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ എന്ന് വരെയും ഏറെക്കുറെ അറിയാം. പക്ഷെ അവിടെയും ഉണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, അവരോട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ലോകസമാധാനം ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണത്. അതുപോലുള്ള സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുകയും. ഇനി നാം നമ്മുടെ സമൂഹത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, വളരെയേറെ ദുരന്തങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നു. ലഹരിയുടെ ഉപയോഗം ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ചെറുപ്പക്കാരെ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ പലതും. ഇനി കുടുംബജീവിതത്തിലേക്ക് വന്നാൽ അതാണല്ലോ നമ്മളെ ഇപ്പോൾ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അവിടെയും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്നല്ല പറയുന്നത്, നടക്കാം. അതായത് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ പെട്ടെന്ന് വന്നെന്നിരിക്കാം. ചില ആളുകൾ ബിസിനസ്സിൽ ഇങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അധപതനം ഏതെങ്കിലും കാരണത്താൽ സംഭവിക്കുന്നു. അങ്ങനെ പലരുടെ സംഭവങ്ങൾ എനിക്കറിയാം. അത് അവരെ വളരെയേറെ മനക്ലേശത്തിലേക്ക് കൊണ്ടുവരും, സാമ്പത്തികമായ ഒരിത്. പിന്നെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ, അത് പങ്കാളികളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളിലും കലഹത്തിലും ബിസിനസ് തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. കുടുംബത്തിൽ വരാവുന്നത് ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, അല്ലെ ഭാര്യയുടെ ജോലി നഷ്ടപ്പെടുന്നു. ഭാര്യയുടെ ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രയാസം കടന്നു വന്നിരിക്കുന്നു, കമ്പനി തെറ്റിദ്ധരിക്കുന്നു, ഇങ്ങനെയൊക്കെ വരാം. ഇനി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ചിലർ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സ്വാഭാവികമാണ്. ഇതെല്ലാം അപ്രതീക്ഷിതങ്ങളാണ്. അങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചകൾ നമ്മുടെ കുടുംബജീവിതങ്ങളിലുണ്ടാകാം, വ്യക്തികളിലും ഉണ്ടാകാം. ഇന്നലെ വരെ അരോഗദണ്ഡഗാത്രനായിരുന്ന ആളിന് പെട്ടെന്ന് ക്യാൻസർ ഉണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരക രോഗമുണ്ടെന്ന് വെളിപ്പെടുത്തപ്പെടുന്നു, അത് വരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ സമൂഹത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നെന്ന് വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകരുതലുകൾ എടുക്കാം. അത് തീർച്ചയായിട്ടും എടുക്കണം. അങ്ങനെ എടുക്കാനുള്ള ബുദ്ധിയും വൈഭവവും പഠനവും മറ്റുള്ളവരുടെ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓൾസോ വെൽ ഇൻ യുവർ പ്രൊഫഷൻ. അതിനെക്കുറിച്ച് സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കരുതലുള്ളവരായിരിക്കും. പക്ഷേ എത്ര കരുതലുകൾ ഉണ്ടെങ്കിൽ പോലും ഉണ്ടാകാവുന്ന പ്രതിസന്ധികളിലെ, പ്രയാസങ്ങളിലെ, ക്ലേശങ്ങളിലെ, രോഗങ്ങളിലെ, ദുഃഖങ്ങളിലെ നമുക്കുള്ള ഏക അഭയം വിശ്വാസികളെന്ന നിലയിൽ കർത്താവായ ഈശോ മിശിഹായും പരിശുദ്ധ അമ്മയും. അതാണ് നമ്മൾ ഈ കാനായിലെ സംഭവത്തിൽ നിന്നും പഠിക്കുന്ന ഒരു പാഠം. കർത്താവ് വഴിവിട്ടെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വാഭാവികമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് അല്പം അകന്നാണെങ്കിൽ പോലും നമ്മളെ സഹായിക്കാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്നവനാണ്. അതാണ് കാനായിൽ സംഭവിച്ചത്. അമ്മ പറഞ്ഞതനുസരിച്ച് അവർക്ക് വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്നു. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും പ്രശ്നത്തിലും കുറവിലും നമുക്ക് പരിഹാരമായിട്ടുള്ളത് അത് മാത്രമാണ്. മാനുഷികമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടണം. അതാണല്ലോ പരിചാരകന്മാർ ചെയ്തത്. അത് ചെയ്യണമെന്നാണല്ലോ അമ്മ അവരോട് പറയുന്നത്. വെള്ളം കോരി വയ്ക്കാൻ പറയുന്നു, വെള്ളം കോരി വയ്ക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അത് വീഞ്ഞാകുന്നു, അതിനുശേഷം അത് വിളമ്പുന്നു. അങ്ങനെയൊക്കെയുള്ള സഹകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ
പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തുണയായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധനാണ്. അദ്ദേഹം തൻ്റെ പാപ്പാ ശുശ്രൂഷയിൽ മധ്യസ്ഥയായിട്ട് സ്വീകരിച്ച പരിശുദ്ധ അമ്മയെയാണ്. ആപ്തവാക്യത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് തോത്തൂസ് തൂസ്, എല്ലാം നീയാണ് അമ്മയെന്ന്. തോത്തൂസ് തൂസ്, എല്ലാം നീയാണ് അമ്മേ. അപ്പോൾ അങ്ങനെ അമ്മയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് പല കാര്യങ്ങളും പ്രധാനപ്പെട്ടവ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ വലിയ ഈ പ്രേക്ഷിത യാത്രകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മേരി മേജർ കത്തീഡ്രലുണ്ട്, പരിശുദ്ധ അമ്മയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ബസലിക്ക. ആ ബസലിക്കയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കബറടങ്ങിയപ്പോഴും പറഞ്ഞു അവിടെ ആയിരിക്കണം എന്നെ കബറടക്കേണ്ടത്, അമ്മയുടെ മടിയിൽ കിടക്കണമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ചിന്ത. അപ്പോൾ അങ്ങനെ അമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളെന്ന് വരികിൽ പ്രതിസന്ധികൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വിജയകരമാക്കുവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നടുനായകത്വവും നിങ്ങൾ സ്വീകരിക്കണം. വിവാഹത്തെക്കുറിച്ച് സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അത് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് വിവാഹത്തിൽ രണ്ടുപേരല്ല വിവാഹിതരാകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വേറെ ആരുണ്ടെന്ന് ചിന്തിക്കേണ്ട, മൂന്നാമതൊരാളുള്ളത് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായാണ് നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുന്നത്. നിങ്ങൾ വിവാഹിതരാകുന്നു, നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്തുമാത്രം ഒരുക്കങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇതിനു വേണ്ടി തന്നെ ആയിരിക്കണം 1-2 വർഷം അവരുടെ ചിന്തകളെല്ലാം ആയിരുന്നു. പക്ഷെ ഒരുക്കങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ പൂർത്തീകരിക്കപ്പെട്ട് ഈ മനോഹരമായ ദേവാലയത്തിൽ വെച്ചിപ്പോൾ വിവാഹം ആശീർവദിക്കപ്പെടുകയാണ്. ഈ വിവാഹ ആശീർവാദത്തിനായിട്ട് പുനരൂരിൽ നിന്ന് ബുദ്ധിമുട്ടി നിങ്ങളുടെ ഉള്ള അടുപ്പം കൊണ്ട് ബഹുമാനപ്പെട്ട 3 അച്ഛന്മാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ പേര് ബന്ധുക്കൾ വന്നിട്ടുണ്ട്. പൊന്മാങ്ക തങ്കച്ചൻ, അദ്ദേഹം വന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചോളൂ. അതുമല്ല, അദ്ദേഹം എന്നോട് വിശദീകരിച്ചു. നിക്കയുടെ വലിയ ആത്മാർത്ഥ സുഹൃത്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേരങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടക്കണം, കർത്താവിൻ്റെ കൃപയാൽ ആശീർവദിക്കപ്പെടണം, അവിടുന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ 3 to get married എന്നാണ് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ്റെ ആ ഒരു അധ്യായത്തിൻ്റെ ടൈറ്റിൽ, 3 to get married. The husband, the bride and the bridegroom and Jesus Christ. അപ്പോൾ ഈശോയിലാണ് നമ്മുടെ അഭയം, പരിശുദ്ധ അമ്മയിലാണ് നമ്മുടെ ആശ്രയം. അമ്മയുടെ മാധ്യസ്ഥ്യവും ഈശോ മിശിഹായുടെ ആ സാന്നിധ്യവും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് എന്നും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഈ അനുഗ്രഹം തുടരാൻ വേണ്ടിയിട്ടാണ് തിരുവചന വായന, പ്രാർത്ഥന, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, അതുപോലെ തന്നെ കൂട്ടായ്മ, കുടുംബത്തിൻ്റെ കൂട്ടായ്മ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എൻ്റെ പുത്രി ശ്രദ്ധിക്കുക, നിൻ്റെ പിതൃഗ്രഹത്തെ മറന്നു കളയാന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനം നമ്മൾ കേട്ടു. അത് നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാമുഖ്യം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെ പരിപൂർണമായിട്ട് മറന്നു കളയണമെന്നല്ല. അവരോടുള്ള സ്നേഹബന്ധങ്ങളും അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളുമൊക്കെ നമ്മൾ നിർവഹിക്കണം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യവും നിങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുക്കുടുംബത്തിൽ എന്നതുപോലെ ഈശോയും പരിശുദ്ധ അമ്മയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അതിനായിട്ട് പ്രാർത്ഥനയിൽ എപ്പോഴും അഭയം തേടാനും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാനും സാധിക്കും. ഒന്നു വന്നാലും മനസ്സ് തളരരുത്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു പാട്ടില്ല. ഞാൻ പാട്ടുകാരനല്ലാത്തതുകൊണ്ട് പാടുന്നില്ല. അപ്പോൾ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുക. എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്ന ഈ അച്ഛന്മാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട്, അവരുടെയും ഒക്കെ പേരിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു, മംഗളങ്ങൾ ആശംസിക്കുന്നു, ജീവിത വിജയം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.